الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. രണ്ടാമത്തെ ഹദീസ് വഅൻ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ലാഹി ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ഉമ്മു അബ്ദില്ലാഹ് എന്ന് സ്ഥാനപ്പേരുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മുടെയൊക്കെ ഉമ്മമാരെ സ്ഥാനത്താണ് നബിതങ്ങളുടെ ഭാര്യമാർ. നബിതങ്ങളുടെ ഭാര്യമാരെ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം മറ്റു മുഅ്മിനീങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. കാരണം ഉമ്മമാരെ വിവാഹം ചെയ്യാൻ പാടില്ല. ഉമ്മമാരെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ നബിതങ്ങളുടെ ഭാര്യമാരെയും നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. എന്നാൽ നമ്മുടെ ഉമ്മമാരുടെ അടുക്കൽ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിനോ നോക്കുന്നതിനോ തടസ്സമില്ല. എന്നാൽ ആ വിഷയത്തിൽ നമ്മുടെ ഉമ്മമാരെ പോലെയല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ വിവാഹം കഴിക്കാൻ നമുക്ക് നിഷിദ്ധമായവരും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമുക്ക് ഉമ്മമാരാണ്. എന്നാൽ നമ്മുടെ ഉമ്മമാരെ പോലെ അവരെ കാണലും, നമ്മുടെ ഉമ്മാനെ നമുക്ക് കാണാം, ഹലാലാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കൽ പുണ്യകരമാണ്, കൂലിയുള്ള കാര്യമാണ്. കഅബയെ നോക്കൽ പുണ്യമാണ്, ഉമ്മയുടെ മുഖം നോക്കൽ പുണ്യമാണ്. ഉമ്മയുമായി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഈ രണ്ട് വിഷയങ്ങളിലൊന്നും നമ്മുടെ ഉമ്മമാരെ പോലെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാപ്പയെ പോലെയാണ്. വാപ്പാക്ക് മക്കളോട് നല്ല സ്നേഹമുണ്ടാകും, കാരുണ്യമുണ്ടാകും. അപ്പോൾ ആ വിഷയത്തിൽ നബിതങ്ങൾക്ക് നമ്മളോട് നല്ല കാരുണ്യമാണ്, നമ്മളോട് നല്ല സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ വഫാത്താകുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചതും നാളെ മഹ്ശറിൽ നമ്മെക്കുറിച്ച് വേവലാതിപ്പെടുകയും ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സമുദായം എന്ന് പറഞ്ഞ് വേദനിക്കുന്നതും. അപ്പൊ നമ്മുടെ ഉമ്മയായ, അതുപോലെ ഉമ്മി അബ്ദില്ല, നബി സല്ലല്ലാഹു അലൈഹി, നിങ്ങൾ നോട്ട് ചെയ്യണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 കുട്ടികളാണുള്ളത്. 6 കുട്ടികളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഖാസിം, അബ്ദുല്ലാഹ്, ഇബ്രാഹിം എന്നീ 3 ആൺകുട്ടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം, ഈ 4 പെൺകുട്ടികളാണ് നബി തങ്ങൾക്കുള്ളത്.
ഈ 7 കുട്ടികളിൽ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാരിയത്തുൽ കിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ ജനിച്ച മകനാണ്. അപ്പോ ആയിഷ ബീവിക്ക് മക്കളില്ല. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയും മരിയത്തുൽ കിബ്തിയും അല്ലാത്ത മറ്റ് നബിയുമായി ബന്ധപ്പെട്ട ഭാര്യമാർ, അടിമ സ്ത്രീകൾ, ഇവരിൽ മക്കളില്ലാത്തതുപോലെ ആയിഷ ബീവിയിലും നബി തങ്ങൾക്ക് മക്കളില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് കണ്ടോ നിങ്ങൾ, ഉമ്മി അബ്ദില്ല, അബ്ദില്ല എന്നവരുടെ ഉമ്മയായ. അങ്ങനെ പേര് വരാൻ കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അസ്മാ എന്നു പേരുള്ള മറ്റൊരു മകളുണ്ട്. അതായത് ആയിഷ ബീവിയുടെ സഹോദരിയായ അസ്മ. ഈ അസ്മാക്ക് അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു കുട്ടിയുണ്ട്, അബ്ദുല്ലാഹിബിന് സുബൈർ എന്ന പേര്. ആ ആ കുട്ടിയെ എപ്പോഴും പരിപാലിക്കുകയും മറ്റും ചെയ്തിരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. അങ്ങനെ സഹോദരിയുടെ മകളിലേക്ക് ചേർത്തിക്കൊണ്ട് ഉമ്മു അബ്ദില്ല എന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാറുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും, മൈക്ക് ഓൺ ആക്കി പറയും. ഓക്കെ ആണോ? ഏതായാലും ആയിഷ ബീവി പറയുകയാണ്, 6 വയസ്സാകുമ്പോഴാണ് ആയിഷ ബീവിയെ നബിതങ്ങൾ വിവാഹം ചെയ്യുന്നത്. സൗദ ബീവി റളിയല്ലാഹു അൻഹ മഹദിയെയാണ് നബിതങ്ങൾ 2ാമത് വിവാഹം ചെയ്യുന്നത്. ആദ്യത്തെ ഭാര്യ നബിതങ്ങളുടെ ഖദീജ ബീവിയാണ്. 2ാമത്തെ ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹയാണ്. സൗദ ബീവിയെ വിവാഹം ചെയ്ത് 1 മാസം കഴിഞ്ഞതിനു ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ്. അങ്ങനെ 9ാം വയസ്സിലാണ് വീട് കൂടുന്നത്. 18ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 18ാമത്തെ വയസ്സാണ് നബിതങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്കുള്ളത്. നബിതങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം 40 വർഷം ജീവിച്ചു. അപ്പോൾ 58 വയസ്സ് പ്രായമുണ്ട് ആയിഷ ബീവിക്ക്. 58ാമത്തെ കൊല്ലമാണ് ഹിജ്റ 58 അല്ലെങ്കിൽ 57 ആ വർഷത്തിലാണ് വഫാത്താകുന്നത്. രണ്ടായിരത്തി 210 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിബിതങ്ങളുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവിയോ? 210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബിതങ്ങൾ ഭാര്യമാർ കൂടുതൽ സ്വീകരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, നബിതങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളാകുന്ന മതവിധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടി വിവാഹം കഴിച്ചു എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ചില യുക്തിവാദികളും മറ്റവരും പറയുന്നത് പോലെ
താല്പര്യം ഉണ്ടായതുകൊണ്ടാണ്, സ്ത്രീകളോട് അതിയായി താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇസ്ലാമിനെതിരെ, നിബിധങ്ങൾക്കെതിരെ സംസാരിക്കാറുണ്ട്. 25 വയസ്സ് പ്രായമുള്ള സമയം 45 വയസ്സ് പ്രായമുള്ള ഭാര്യയെയാണ് രണ്ടുപേർ വിവാഹം കഴിച്ച് കുട്ടികളുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെയാണ് വിവാഹം കഴിക്കുന്നത്. ഖദീജ ബീവി മരണപ്പെടുന്നത് വരെ നബിതങ്ങളുടെ ഏറ്റവും സുന്ദരമായ സമയമായിരുന്നു. സമയത്ത് നബിതങ്ങൾ മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അതെല്ലാം ഏറ്റെടുത്ത് സംഭവ ബഹുലമായി നടത്തിക്കൊടുക്കാൻ കെൽപ്പുള്ള, താല്പര്യമുള്ള സമൂഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിന് താല്പര്യമില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ചില സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവരെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചിലരെ ആദരിച്ചതിൻ്റെ പേരിൽ വലിയ രാജാക്കന്മാരുടെ ഭാര്യമാരോ രാജകുമാരിമാരോ ആയി താമസിക്കുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ മദീനയുടെ രാജാവല്ലാതെ ആ സ്ഥാനത്ത് അത്രയും ഉന്നതനായ ഒരു രാജാവിൻ്റെ ഭാര്യയാവലല്ലാതെ അവർക്ക് അതിൽ കുറഞ്ഞ ഒരു പരിഗണന കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ സ്വീകരിച്ച പല കാരണങ്ങളുണ്ട്, അത് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. ആയിഷ ബീവി മുഅന്നസ് ആയതുകൊണ്ടാണ് ഖാലത്ത് എന്ന് പറഞ്ഞത്. മുകളിൽ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ മാദിയായ ഫീൽ സർഫാക്കുമ്പോൾ ഖാല ഖാല ഖാലു ഖാലത്ത് ഖാലത ഖുൽന ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന. അതേപോലെ മാദിയായ ഫീലാണ് ഖാല എന്നുള്ളത്. ആയിഷ ബീവി പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഗ്സു ജയ്ഷുൻ, ഒരു സൈന്യം പോരാടുന്നു, അൽ കഅബത, കഅബയോട് യുദ്ധം ചെയ്യാൻ ഒരു സൈന്യം കുതിച്ചു വരികയാണ്. കഅബയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നു. ഫഇദാ കാനു, അങ്ങനെ അവർ എത്തിയപ്പോൾ ആയപ്പോൾ, ബി ബൈദാ, ബൈദാ എന്ന സ്ഥലത്തായപ്പോൾ. ബൈദാ എന്ന സ്ഥലത്ത്, ഒരു സ്ഥലമാണ്, ഒരു മരുഭൂമിയാണ്. ആ സ്ഥലത്ത് അവരെത്തിയപ്പോൾ, ശ്രദ്ധിക്കണേ, മിനൽ അർള്, ഭൂമിയിൽ, ബൈദാ നല്ല മിനുസമുള്ള മരുഭൂമിയായ ചെടിയോ സസ്യങ്ങളോ ഒന്നുമില്ലാത്ത ആ ഭൂമിയിൽ അവരെത്തിയപ്പോൾ, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരിൽ നിന്നും തുടക്കത്തിലുള്ളവരും അവസാനത്തിലുള്ളവരും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. ശ്രദ്ധിക്കണേ, ഒരു സൈന്യം കഅബയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ബൈദായിൽ അവരെത്തിയപ്പോൾ യുഖ്സഫു, വിഴുങ്ങപ്പെട്ടു, ബി അവ്വലിഹിം, ആ സൈന്യത്തിൻ്റെ തുടക്കം മുതലുള്ള ആളുകളും വ ആഖിരിഹിം, അവസാനമുള്ളവരും, എല്ലാവരും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. ഖാലത്ത്, എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ, എങ്ങനെ, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, ആ
ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും ഭൂമി വിഴുങ്ങപ്പെടുന്ന രൂപത്തിലാവുക. തുടക്കത്തിലുള്ളവരും അവസാനത്തിലുള്ളവരും എങ്ങനെയാണ് ഭൂമി വിഴുങ്ങുന്ന രൂപത്തിലാവുക. വഫീഹിം, അവരുടെ കൂടെയുണ്ട്, അതായത് അവർ പോകുന്ന വഴികളിൽ ഉണ്ട്. അസ്വാക്കുഹും, സാധാരണ ജനങ്ങളുണ്ടല്ലോ. അതുപോലെ വമൻ, അവർ പോകുന്ന വഴിയിൽ വമൻ, ഒരുത്തരുമുണ്ടല്ലോ. ലൈസമിന്നും, ഇവരിൽ പെടാത്ത, ഈ കഅബയെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിക്കാത്ത, ചിന്തിക്കാത്ത പലരും അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ഉണ്ടാവില്ലേ. അപ്പൊ പിന്നെ അവരൊക്കെ എല്ലാവരുമാണ് എങ്ങനെയാണ് തെറ്റ് ചെയ്ത ആളുകൾ, അവരെ ഭൂമി വിഴുങ്ങുന്നത് കുഴപ്പമില്ല. തെറ്റ് ചെയ്യാത്ത, ഇതൊന്നും ചിന്തിക്കാത്ത സാധാരണക്കാരായ പട്ടണത്തിലേക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ ഒക്കെ ഇല്ലേ, എല്ലാവരും എങ്ങനെ അവര് ഭൂമി വിഴുങ്ങുന്ന അവസ്ഥയിലെത്തും എന്ന് ചോദിക്കുക. ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? പറയും. എന്താ എല്ലാരും ഇല്ലേ? ഫാറൂഖ് ഭായ്, അഫ്സല്, ഷാഫി, എല്ലാരും അതാ ചോദിക്കണേ. അവര് മാത്രമാണെങ്കിൽ പ്രശ്നമല്ല. അവരെ കൂട്ടത്തില് അവർ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന, അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ വന്ന, ഇതൊന്നും ഉദ്ദേശിക്കാത്ത, ചിന്തിക്കാത്ത ആളുകളും ഉണ്ടാവൂലേ. അപ്പൊ അവരൊക്കെ ഭൂമി വിഴുങ്ങുന്ന രൂപത്തിലാവൂലേ എന്നാ ചോദിക്കുന്നു. അതാ ചോദ്യം. അതെ, അല്ല, ആ ചോദ്യം വേറെ ഡോക്ടർ സാഹിബേ, ചോദ്യം വേറെ. ഇവരെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് എതിർക്കുകയും ശത്രുത വെക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ അവരോട് സഹകരിച്ച് ജീവിക്കാൻ പാടില്ല എന്നാ ചോദിക്കണം. ആണല്ലേ ചോദിച്ചേ? മൊത്തത്തില് ഈ ദുനിയാവിൽ നിന്ന് വെച്ച് തന്നെ കോലം മറിക്കുക, ഭൂമി വിഴുങ്ങുക, അതുപോലെ എന്താ കുരങ്ങന്മാരായി മാറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുപോലെ ഒത്തതുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കുറെ ആളുകൾ എന്തായിട്ടുണ്ടാവും, അങ്ങനെ ആയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലേ അതിന്റെ വേറൊരു വശം കൂടി ഞാൻ പറയാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ? അപ്പൊ പേടിച്ചിട്ട് എല്ലാവരും വിശ്വസിക്കുക, അല്ലേ ഡോക്ടർ സാഹിബേ? നമ്മൾ കുട്ടികളോടൊക്കെ പറയണ പോലെ അള്ളാഹു അള്ളാഹു തീജിലിടും എന്ന് പറയില്ല, നമ്മൾ തീയിലിടും എന്ന് പറയും. കുട്ടികളെ പേടിപ്പിച്ചു. അതേപോലെ പേടിച്ചിട്ട് അവർ വിശ്വസിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തെ അവര് പലരെയും ആരാധിച്ചിരുന്നു. ഒരു വലിയ പർവ്വതം അവർക്ക് മുകളിൽ മലക്ക് കൊണ്ടുവന്ന് വെച്ച് അവരോട് ചോദിച്ചു, വിശ്വസിച്ചോളേ. ആ, ഞങ്ങൾ വിശ്വസിക്കാം. പിന്നെ കുറച്ചതിനെ പോലും മേലക്ക് നോക്കി, ആ മല നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ കാഫറായി. സംഭവങ്ങളൊക്കെ ബനു ഇസ്രായേലുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ആദ് സമൂഹം, സമൂദ് ഗോത്രം, അങ്ങനെയുള്ള പല ഗോത്രങ്ങളും, നമ്മൾ പറഞ്ഞാൽ ആകെ 7 നബിമാർക്ക് ശേഷമുള്ളവരൊക്കെ ബനു ഇസ്രായേലുകാരാണ്. കൊലമറിക്കലുണ്ടായിട്ടുണ്ട്.
നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിനും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാട എന്ന് പറഞ്ഞാല് ഒരു പ്രദേശത്താണ് ഇപ്പൊ അധികം നബിമാരും ഉള്ളത്. അവരെ ദഅവത്ത് എത്തിയ ആളുകളെ തുടർച്ചയായിക്കാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളെയല്ല, ആ പ്രദേശത്തുള്ള നബിയെ നിഷേധിക്കുന്ന തെളിവുകളൊക്കെ കാണിച്ചിട്ടും ബോധ്യപ്പെടാത്ത ആളുകളെ ആണ് നശിപ്പിക്കുന്നത്. ആ ഒരു പ്രത്യേകമായ ഒരവസ്ഥാവിശേഷം നമ്മുടെ ഉമ്മത്തിന് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ രണ്ട് രണ്ട് ഉമ്മത്തുണ്ട്, ഉമ്മത്തുൽ ഇജാബത്ത്, ഉമ്മത്തുൽ ദഅവത്ത്. ഉമ്മത്തുൽ ഇജാബ എന്ന് പറഞ്ഞാല് നബിതങ്ങളുടെ വിളിക്കുത്തരം ചെയ്തവർ. ഉമ്മത്തുൽ ദഅവ എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാവരും. അപ്പോൾ ചില പൊതുവെ വിഷയങ്ങൾ വരുന്ന സമയത്തൊക്കെ എല്ലാവരും ഉമ്മത്തു ദഅവയാണ് ഉദ്ദേശിക്കാറ്. പൊതുവായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഉമ്മത്തു ദഅവയാണ് ഉദ്ദേശിക്കാറ്. എന്നാൽ ചില സമയങ്ങളിൽ ഉമ്മത്തുൽ ഇജാബയെയും ഉദ്ദേശിക്കും. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദ്ദേശിച്ചത് ഉമ്മത്തുൽ ഇജാബത്താണ്. എന്നാൽ ഇവിടെ എൻ്റെ ഉമ്മത്തിന് അപകടം വരൂല, കൊലം മറിക്കലുണ്ടാവൂല എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഉമ്മത്തു ദഅവത്താണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? മുസ്ലിമായ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആരാ ചോദിച്ചത്? അതിന്റെ അർത്ഥം സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കണേ എന്നല്ല, സിറാത്തുൽ മുസ്തഖീമിൽ സ്ഥിരപ്പെടുത്തണേ എന്നാണ്. സിറാത്തുൽ മുസ്തഖീമിൽ സ്ഥിരപ്പെടുത്തണേ. ഓക്കെ, ശരിക്ക് ഇഹ്ദിന എന്ന് പറഞ്ഞാൽ നീ എത്തിക്കണേ എന്നാണ്. നമ്മളിപ്പോ ഈ സിറാത്തുൽ മുസ്തഖീമിലാണല്ലോ, പിന്നെ അതിൽ നമ്മൾ സ്ഥിരപ്പെടുത്തണേ ആ പ്രാർത്ഥനക്കാരാണ്. ചോദ്യം മനസ്സിലായി? അപ്പൊ ഉത്തരം നബി തങ്ങൾ പറയാണ്, ഖാല യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. എല്ലാവരും ഭൂമി വിഴുങ്ങുന്ന അവസ്ഥയിലാക്കപ്പെടും. സുമ്മ യുബ്അസൂൻ, പിന്നെ അവർ പുനർജീവിപ്പിക്കപ്പെടും. അലാ നിയ്യാത്തിഹിം, അവരുടെ നിയ്യത്തുകളുടെ മേൽ. അപ്പൊ പുനർജന്മം നൽകപ്പെടുന്ന സമയത്ത് അവർ എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഖൈറായിരുന്നോ ഉദ്ദേശിച്ചിരുന്നത്, എന്നാൽ അവർക്ക് ഖൈറ് കിട്ടും. ഷർറ് ഉദ്ദേശിച്ചവർക്ക് ഷർറ് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ വിഷയം നിയ്യത്ത് പോലെയാണ് മയ്യത്ത് എന്നൊക്കെ പറയില്ലേ, അതാണ്. നിയ്യത്ത് അനുസരിച്ച് അവരെ അള്ളാഹു ട്രീറ്റ് ചെയ്യും നാളെ പരലോകത്ത് വെച്ച്. നല്ല നിയ്യത്തോടുകൂടെ ആണ് ഉള്ളത് എങ്കിൽ അവനെ നന്നായിട്ട് പരിഗണിക്കും. അല്ല ഷർറാണോ, എന്നാൽ ഷർറായിട്ട് അവർക്ക് അതിൻ്റെ ഫലം കിട്ടും. അതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ചിലപ്പോൾ അള്ളാഹു താല അത് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. വളരെ തല്ലല്ലോ ആ കേസുള്ളത്, നമുക്കത് അങ്ങനെ പറയാനേ പറ്റൂ. ക്ലിയർ അല്ലേ?
ആർക്ക് ആ കിട്ടിയ ആളുകൾ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അല്ല അല്ല അല്ല, ഞാൻ ചോദിക്കണതല്ല. നമ്മളിപ്പോ അതിന് മുമ്പ് അത് വരക്കണേ. മരിച്ച അതായത് ഞാൻ പറയാം. അതായത് ഖബറില് രക്ഷപ്പെട്ട ആൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ രക്ഷപ്പെടൂലേ? പിന്നെ അവര് ബേജാറാവേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലേ ചോദിക്കണേ. ആ, ഈ ഖബറിൽ രക്ഷപ്പെടുമെന്ന കാര്യം ജീവിച്ചിരിക്കുന്ന നമുക്ക് ആർക്കും ഉറപ്പില്ല. ഒരാൾക്കും എന്തില്ല, ഉറപ്പില്ല. അപ്പൊ നമ്മള് ഖബറിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമാവും. അപ്പൊ ഖബറിൽ ചിലപ്പോൾ പ്രയാസപ്പെട്ടാൽ ചില കാര്യങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കും നമുക്ക് എളുപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. ഖബറിൽ കഷ്ടപ്പെട്ടാൽ ചില വിഷയങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് എളുപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിതാബ് വലം കയ്യിൽ തരണേ, സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കുന്നവരിൽ പെടുത്തണേ, നന്മകൾക്ക് ഭാരം നൽകണേ, അർശിൻ്റെ തണൽ നൽകണേ, ഹൗദുൽ കൗസർ നൽകണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര അള്ളാഹിനോട് ചോദിക്കുന്നോ അവന് മടുപ്പേ ഇല്ല എന്നാണ്. നമ്മളോട് എത്രങ്ങാനും വട്ടം ചോദിക്കണോ നമ്മൾ മടുക്കുന്ന. നമ്മുടെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ് അള്ളാഹുവിൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ചോദിക്കുക തന്നെ. കബറിൽ രക്ഷപ്പെടുത്തണേ, മസ്ജിദിൽ രക്ഷപ്പെടുത്തണേ, അങ്ങനെ ഇവിടെ രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അള്ളാഹു പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു. പിന്നെ ഓരോ സംഗതികളും ഓഫറുകളാണ്. ഓഫറുകൾ നമ്മൾ ചോദിച്ച് വാങ്ങാൻ നമുക്ക് അർഹതയില്ല. ഓഫറുകൾ ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല. നേരെ മറിച്ചോ, അത് ഇഷ്ടത്തിന് തരുന്നതാ. നേരെ മറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലാണ്ട് ചോദിക്കാനുള്ള നിലക്കല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫറലായ കാര്യങ്ങൾ അത് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ ചില വിഷയങ്ങൾക്ക് അള്ളാഹു ചില ഓഫറുകൾ വെച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ആ ഓഫർ എക്സ്പയറി ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് ഇല്ലാതെയാവും, ചിലപ്പോൾ അത് തരും. അപ്പം അത്ര ഒരു പ്രതീക്ഷ, ശരിക്കത് നഷ്ടപ്പെടൂലല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയും, എനിക്കത് നഷ്ടപ്പെട്ടാലോ എന്ന ഒരു പേടിയും, ഇത് രണ്ടിൻ്റെയും ഇടയിലാവണം നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ആ അതൊക്കെ അതൊക്കെ ഒരു ലക്ഷണമാണ്. ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനേ പറ്റും. നല്ല ലക്ഷണം. ആ ലക്ഷണം പിന്നെ അങ്ങോട്ട് ഉള്ള പ്രയാസം ഉണ്ടാവൂല. പക്ഷേ ബേജാറുകൾ ഉണ്ടാവും. ആ ബേജാറുണ്ടാവും. ബേജാറ് ചില രൂപത്തിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു പ്രയാസകരമാവുന്ന രൂപത്തിലുണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണം പറയാം. ഞാൻ ഡോക്ടർ സാഹിബിനും അസീസ് കാക്കും എൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടാൾ ഒരേ വിചാരത്തിലാണ് വരുന്നത്. എന്തേ, എനിക്ക് കിട്ടുമോ കിട്ടൂലേ എന്നുള്ള വിചാരത്തിലാണ് വരുന്നെങ്കിൽ, ഞാൻ ഡോക്ടർ സാഹിബിന് ഒരു ഫേവർ, എന്തെങ്കിലും ഒരു നന്മ കൊടുക്കുകയാണ്. അത് രണ്ടാളെ മനോഗതി എന്താണ്? ഒരേ മനോഗതിയാണ്. പക്ഷേ ആ ഞാൻ നേരത്തെ എനിക്കറിയാം ഞാൻ ആർക്ക് കൊടുക്കും, ഇയാൾക്ക് കൊടുക്കും, ഡോക്ടർ സാഹിബിന് കൊടുക്കും എന്നറിയാം. അപ്പോൾ രണ്ടാളെയും വിചാരം ഒന്നാണ്, ബേജാറുണ്ടായിരുന്നു. പക്ഷെ ആ ബേജാറിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പേടിയോ ശിക്ഷയോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ. അത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതാണത്.
ചിലപ്പോൾ എപ്പോഴും ബെസ്റ്റ് ആയിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ അവൻ എടുക്കുന്നത് ബെസ്റ്റ് ആയിട്ടായിരിക്കും. അവന് അതും ബെസ്റ്റ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് അതൊക്കെ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാം. അള്ളാഹു തന്നാൽ സ്വീകരിക്കാം, തന്നില്ലേ ചോദ്യം ചെയ്യാൻ നമുക്ക് അർഹതല്ല. അള്ളാഹു ആദിലാണ്, നീതിമാനാണ്. തെറ്റ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. പിന്നെ അടുത്ത ആള് എന്താ പറഞ്ഞത്? കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കണം, സൃഷ്ടികളോട് ചോദിക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാക്കി ഭാഗത്തുകൾ മുടങ്ങുന്ന രൂപത്തിൽ ചോദിക്കരുത്. ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ട്: എന്നോട് ദുആ ചെയ്യുന്നതിനെ തൊട്ട് ഇബാദത്ത് എടുക്കുന്നത് തടസ്സം നിന്നു. അതായത് ചിലരിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ചില ആളുകൾ നിസ്കാരം, നോമ്പ്, സ്വലാത്ത്, ജനസേവനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് അള്ളാഹു ചോദിക്കാതെ കൊടുക്കുന്ന, ചോദിക്കുന്ന ആളുകൾക്ക് കൂടി കൊടുക്കാത്തത് കൊടുക്കുന്ന, ആർക്ക്? ചോദിക്കാൻ വേണ്ടി ഖുർആൻ ധാരാളം ഓതിയിട്ട് ദുആ ചെയ്യാൻ മറന്നു ഒരാൾ. നിസ്കാരം ഒരുപാട് ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മറന്നു, അത് സമയം കിട്ടിയില്ല. അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അവൻ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയം ലഭിക്കാത്ത ആൾക്ക് ചോദിച്ച ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു കൊടുക്കുന്ന ഉത്തരമായിട്ടുണ്ടാവും അല്ലേ? അമല് ചെയ്യാ. നമ്മൾ ചോദിക്കാതെ തരുമല്ലേ? നമ്മുടെ ഓഫീസിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച പണിയൊക്കെ ചെയ്യുന്നുണ്ട്, അയാൾക്കുള്ള ഇൻക്രിമെന്റ് നമ്മൾ കൊടുക്കൂലേ? കൊടുക്കും, തീർച്ചയാണ്. നേരെ മറിച്ച് ഇയാൾ എപ്പോഴും വന്നിട്ട് എനിക്ക് അത് വേണേ, ഇത് വേണേ, ഇത് വേണേ. അപ്പൊ നമുക്ക് കുറേ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് അലിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കും. പക്ഷെ അള്ളാഹുവിന് അത് ഇഷ്ടപ്പെട്ട് അള്ളാഹു കൊടുക്കും ചോദിക്കണത്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായത് ഇവന് ചോദിക്കാതെ തന്നെ കൊടുക്കും അള്ളാഹു താല. കാരണം ചോദിക്കുന്നതിന് അവന് പ്രത്യേകമായ സമയം ഇബാദത്ത് എടുക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്തുണ്ടോ പറഞ്ഞോളെ. ഓക്കെ ആണോ? അള്ളാഹു നമ്മുടെ ഖബറും ജീവിതവും മഹ്ശറൊക്കെ എളുപ്പത്തിലാക്കി തരട്ടെ. നമ്മളിപ്പോൾ ഓതുന്ന ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിന്റെ മിഥില് തവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് സന്തോഷം നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും മാതാപിതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ഇവിടെ കാലത്ത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു ഫീലിയായ ജുംലയാണ്. ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലയാണിത്. ഇതും ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംല കേട്ടോ. യഹുസു ജയ്ഷുൻ അൽ കഅബത്ത, ഒരു ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. യഹുസു മുളാരിയായ ഫീല്, ജയ്ഷുൻ ഫായില്, അൽ കഅബത്ത മഫ്ഊല്. ഫഇദാ കാനു ബി ബൈദാ, ബൈദാ എന്ന സ്ഥലത്തെത്തിയാൽ, മിനൽ അർളി, ഭൂമിയിൽ നിന്നും ബൈദാ എന്ന സ്ഥലത്തെത്തിയാൽ,
യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. കണ്ടോ, ഇതൊരു ഷർത്താട്ടോ. അങ്ങനെ ആയാൽ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. ആദ്യം ഉള്ളവരും മുൻപിലുള്ളവരും ബാക്കിലുള്ളവരും, അതായത് എ ടു സെഡ് ആളുകൾ, എത്ര ആളാണോ വന്നത് അവർ മുഴുവനും ആഴ്ത്തപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കുൽത്തു, ഞാൻ ചോദിച്ചു, നാളെ വിളിക്കാം, യാ റസൂലല്ലാഹ് കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. എങ്ങനെ യുഖ്സഫു മുളാരിയായ ഫീല് ബി അവ്വലിഹിം വ ആഖിരിഹിം. മറുപടി അത് കേട്ടില്ല കേട്ടോ, ചോദ്യം കേട്ടില്ല. ഫീഹിം അസ്വാഖുഹും. അസ്വാഖു മുബ്തദ ആണ്, ഫീഹിം എന്നുള്ളത് ജാറ് മജ്റൂർ അതിന്റെ ഖബറാണ്. അവരിൽ ആരുണ്ട്? സാധാരണക്കാരായ ആളുകളുണ്ട്. വമൻ ഒരുത്തരും ഉണ്ട്, ആ കൂട്ടത്തിൽ ഒരുത്തരും ഉണ്ട്. അത്തുഫു മഅത്തുഫു ലൈസ മിൻഹും. ഖാല യുഖ്സഫു ബി അവ്വലിഹിം വ. അതെ 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 മാർക്കറ്റിൽ നിന്നാണ് വരിക. മാർക്കറ്റിലെ ആളുകൾ അഹ്ലു അഹ്ലു അസ്വാഖിഹിം അങ്ങനെയാണ് വരിക. അതായത് ചന്തക്കാരുണ്ട്, അങ്ങാടിക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവിടെ ഉദ്ദേശം അങ്ങാടിയിലെ ജനങ്ങളുണ്ട്, അതാണ് അവിടെ മുറാദ്. ഓക്കെ. പിന്നെ അവർ അവരുടെ നിയ്യത്തുകളുടെ മേൽ പുനർജന്മം നൽകപ്പെടും എന്ന് പറഞ്ഞാൽ പുനർജന്മം നൽകിയിട്ട് അവർക്ക് നാളെ അവരുടെ ഹൈറായിട്ടും തിന്മ തിന്മയായിട്ടും പരിഗണിക്കപ്പെടും. അടുത്ത പറയട്ടെ. وعن عائشة رضي الله عنها قالت. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, قال النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഹിജ്റത, ഹിജ്റയില്ല, മക്കയിൽ നിന്നും ഹിജ്റയില്ല, ബഅദൽ ഫത്ഹി, മക്ക വിജയത്തിന് ശേഷം. ഫത്ഹ് എന്ന വിജയം, അതായത് മക്ക വിജയത്തിന് ശേഷം മക്കയിൽ നിന്നും ഇനി ഹിജ്റയില്ല. വലാക്കിൻ, പക്ഷേ, ജിഹാദുൻ, ജിഹാദുണ്ട്, ധർമ്മസമരമുണ്ട്. മക്കയിലായാലും ധർമ്മസമരം ചെയ്യാനുണ്ട്. വനിയ്യത്തുൻ, നല്ല നിയ്യത്തും ഉണ്ട്. നല്ല നിയ്യത്തും ഇഖ്ലാസും ജിഹാദും എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് ചെയ്യട്ടെ. വഇദസ്തുൻഫിർതും, ഇസ്തൻഫറ, ഇസ്തൻഫറ യസ്തൻഫിറു, ഇസ്തിൻഫാറൻ അങ്ങനെ വന്നിട്ട് ഉസ്തുൻഫിറ. അപ്പോൾ വഇദസ്തുൻഫിർതും, നിങ്ങൾ യുദ്ധത്തിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ, യുദ്ധത്തിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ, ഫൻഫിറു, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടണം. ഇസ്ലാമിക രാജ്യത്ത് ഇമാമ് യുദ്ധത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി നിങ്ങളോട് രാഷ്ട്ര സേവനം ചെയ്യണം, യുദ്ധത്തിന് വേണ്ടി വരണം, പട്ടാളത്തിൽ ചേരണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ അല്ല, ഇന്ത്യയിലില്ല. ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും. അങ്ങനത്തെ രാജ്യം നിലവില് ഇസ്ലാമികമായ മുഴുവൻ മതനിയമങ്ങളും പാലിക്കുന്ന രാജ്യം നമ്മുടെ അറിവിലില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു ഇമാമും ഭരണ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്
ജിഹാദിന് വേണ്ടി ആ ഇമാം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ജിഹാദിന് പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് വിളിച്ചോനെ തല്ലാൻ പോണം. അങ്ങനെ അത് രാജ്യത്തിൻ്റെ ഒരു നിയമമായി അംഗീകരിച്ച് അതിൻ്റെ ഇരുസഭകളിലും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് എഫക്റ്റായിട്ട് ആ ബില്ല് നിയമമായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതും അനുസരിക്കണം. ഓക്കെ, അപ്പോൾ മായനാഹു ഹദീസിന്റെ അർത്ഥം ലാ ഹിജ്റത മിൻ മക്കത്ത, മക്കയിൽ നിന്ന് ഇനി ഹിജ്റല്ല എന്നാണ്. എന്താ മക്കയിൽ നിന്ന് ഹിജ്റല്ല പറയാൻ കാരണം? ലി അന്നഹ, കാരണം മക്ക സാറത്ത്, അതായി തീർന്നു, ദാറ ഇസ്ലാമിൻ, ഇസ്ലാമിൻ്റെ നാടായി തീർന്നു, ഇസ്ലാമിൻ്റെ നാടായി. ഇനിയിപ്പോ മക്കയിൽ നിന്ന് എവിടേക്ക് പോകണ്ട, ഹിജ്റ പോകേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറയും. അല്ല, ദാറുൽ ഇസ്ലാം ആയിക്കഴിഞ്ഞ പിന്നെ ആ നാട് അതിന്ന് മാറൂല, ദാറുൽ ഇസ്ലാം തന്നെയാണ്. മാറൂല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരു മറ്റൊരു ഒരു ഭരണം അത് കീഴ്പ്പെടുത്തി അങ്ങനെ എന്താകുന്നില്ല, അവിടെ ജീവിക്കാനും ഇവിടുന്ന് എല്ലാവരും പോകണം സങ്കല്പിക്കട്ടോ, ഇവിടുന്ന് എല്ലാവരും പോയേ പറ്റൂ, ഇവിടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അപ്പോൾ ദാറുൽ ഇസ്ലാമായ മക്കയിലെ ഇമാമ്, ഇന്നത്തെ കാലത്തല്ല കേട്ടോ പറയുന്നത്, ഇന്നത്തെ കാലത്തല്ല, ദാറുൽ ഇസ്ലാമായ സമയത്തുള്ള മക്കയിലെ ഇമാം എന്ത് ചെയ്തു? ഞങ്ങളോട് യുദ്ധം ചെയ്യണം, മറ്റവരോട് യുദ്ധം ചെയ്യണം, നിങ്ങൾ വരണം, യുദ്ധത്തിന് വരണം. അങ്ങനെ യുദ്ധം ചെയ്തു, പരാജയപ്പെട്ടു. അങ്ങനെ ആ അവസ്ഥ മാറി. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇതിപ്പോൾ പറയാൻ കാരണം ദാറുൽ ഇസ്ലാമായി ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന, ഇസ്ലാമിന് കീഴ്പ്പെട്ട, ഇസ്ലാം അല്ലാത്ത ഒന്നും അവിടെ അടയാളങ്ങളും മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയിലുള്ള ഒരു നല്ലൊരു ഭരണാധികാരിയുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള. ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തൊട്ടു മുമ്പ് മക്കം ഫത്തുഹിന് മുമ്പുണ്ടായിരുന്ന പോലെ ഹിജ്റ പോവേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, മറുപടി എല്ലാവരും പെടും, എല്ലാവരും പെടും. പക്ഷെ പിന്നെ അവർക്ക് അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് അവർക്ക് അതിൻ്റെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ നിയ്യത്തനുസരിച്ച് അവർക്ക് അതിനുള്ള കൈകാര്യം, നല്ല നിയ്യത്തനുസരിച്ചാണോ ഉണ്ടായിരുന്നത് അവർക്ക് നല്ല രൂപത്തിൽ അവരെ പരിഗണിക്കും, ഷെറ് വിചാരിച്ചുകൊണ്ടാണോ ഉണ്ടായിരുന്നത് അതനുസരിച്ച് അവരെ പരിഗണിക്കും. പറഞ്ഞു നേരത്തെ തെറ്റ് ചെയ്യാതെ ആ ഒരു ശിക്ഷക്ക് മാത്രമല്ലല്ലോ വേണ്ടേ, ആ ഒരു ശിക്ഷ ആ സമയത്തുള്ള ശിക്ഷ മാത്രമല്ല, മൊത്തം പരിഗണിക്കും. അവരുടെ നിയ്യത്ത് എന്താണ് നോക്കിയിട്ട് അവിടെ ഇഖ്ലാസ് അനുസരിച്ച് അതിനുള്ളത് ചെയ്യും എന്നാ പറഞ്ഞു. അവര് ആ ഒരു ശിക്ഷ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആഖിറത്തുനിന്ന് കിട്ടുന്ന ശിക്ഷയെന്ന് ഒരു ഇളവുണ്ടാവില്ലെന്നോ? അല്ലല്ല,
ഒരു ഇപ്പോ ഞാൻ അതിലിപ്പോ ആദ്യം ഈമാൻ എന്നൊരു സംഗതി അവിടെ ഉണ്ട്. ഈമാനുള്ള ആളുകള്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലും അകാല മരണം സംഭവിച്ചാൽ അവർക്ക് ആഖിറത്തിൽ ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും. ഇവര് ഈമാനുള്ള ആളുകളാണോ എങ്കിൽ ആ ഒരു പരിഗണന ആഖിറത്തിൽ, ദുന്യാവിലല്ല, പരലോകത്ത് അവർക്ക് ഒരു ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും. എന്നാൽ ഈമാൻ ഇല്ലാത്തവനാണ്, അവർക്ക് പിന്നെ അതിനെക്കുറിച്ച് നമ്മളെ അവർക്ക് കാര്യമില്ലല്ലോ, അവർക്ക് കിട്ടൂല, ശിക്ഷ കിട്ടൂല. അള്ളാഹുവിന് അല്ലെ, നമ്മളിപ്പോ ഈമാനുള്ള നമ്മുടെ മീമുകളെ കുറിച്ച് അവർക്കുള്ള ഗുണങ്ങളും ഒക്കെ പറയുമ്പോൾ, ഈമാനില്ലാത്ത കാഫുകളെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. അപ്പൊ അതൊക്കെ പാടെ നമ്മൾ പറഞ്ഞാല് എന്തേലും വരെ എന്തോ ഒരു പേരുണ്ടല്ലോ ഇനി. ഈമാനുള്ള ആളുകൾക്ക് പരലോകത്ത് ശുഹദാഇന്റെ പരിഗണന അകാല മരണത്തിൽപ്പെട്ടാൽ ലഭിക്കും. എന്നാൽ ഈമാനില്ലാത്ത ആളുകൾക്ക് ഈ അകാല മരണങ്ങൾ, അത് അകാല മരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഉള്ള പരിഗണന അങ്ങനെ ആ രൂപത്തിൽ കൊടുക്കും. ഈമാനുണ്ടാവുക, ഈമാനിലേക്ക് എത്തുക, അള്ളാഹുവിനെ ആരാധിക്കുക, ഇത് എന്താ പറയാ, ഇതാണ് ഒരു മനുഷ്യൻ ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത്. അപ്പം അതിൽ വീഴ്ച വരുത്തിയാൽ അവിടെ പല കാര്യങ്ങളും നമ്മുടെ മതവിശ്വാസ പ്രകാരം പല കുറവുകളും പല പ്രശ്നങ്ങളും അവന് ഫേസ് ചെയ്യേണ്ടി വരും. അത്ര പറഞ്ഞു നിർത്തുക. വൻ ഓക്കെ അല്ലേ? ഖബർ ജീവിതം അതുപോലെ മഹ്ശറുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായി പഠിക്കും. ഹദീസിൽ തന്നെ കുറച്ച്, ഈ റിയാദ് സ്വാലിഹിൻ നമ്മൾ കുറച്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മിഷ്കാത്തിലെ ഖബർ, മഹ്ശർ, പരലോകവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഓതുക, ഹദീസ് ഓതുക. വഅൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി അൽ അൻസാരി റളിയല്ലാഹു അൻഹുമാ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന ഞങ്ങളായിരുന്നു, കാന കാന കാനു അങ്ങനെ സർഫാക്കിയിട്ട് പോകുമ്പോൾ കുന്തു കുന്ന ഞങ്ങളായിരുന്നു, മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു, ഫി ഗസാത്തിൻ തബൂക്ക് യുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു യുദ്ധത്തിലായിരുന്നു, തബൂക്ക് യുദ്ധം. ഫഖാൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി തീർച്ചയായും മദീനയിൽ ഉണ്ട്, ലരിജാലൻ ഒരു കൂട്ടം മനുഷ്യർ, ഒരു കൂട്ടം ആളുകൾ മദീനയിൽ ഉണ്ട്, മാ സിർത്തും ഞങ്ങളോട് പറയാൻ, ഞാൻ ആ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ജാബിറുല്ലാഹിന് പറയാണ്, ഞങ്ങളോട് റസൂലുള്ള പറയാണ്, മദീനയിൽ കുറച്ച് പേരുണ്ട്, മാ സിർത്തും നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല, മസീറൻ ഒരു ദൂരവും നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല, വലാ ഖതഅ്തും നിങ്ങൾ വിട്ടുകടക്കുകയും ചെയ്തിട്ടില്ല, മുറിച്ചു കടക്കുകയും ചെയ്തിട്ടില്ല,
വാദിയൻ ഒരു പ്രദേശവും നിങ്ങൾ വിട്ടുകടന്നിട്ടില്ല, ഇല്ലാ കാനൂ മഅക്കും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഇല്ലാ കാനൂ മഅക്കും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഹബസഹും അൽ മറദു അവർക്ക് അവരെ രോഗം തടഞ്ഞു വെച്ചു. അവരെന്ത് തടഞ്ഞു വെച്ചു? രോഗം തടഞ്ഞു വെച്ചു. അപ്പൊ മദീനയിൽ രോഗമായി ഈ യുദ്ധത്തിന് വേണ്ടി വരാൻ പ്രയാസപ്പെടുന്ന പറ്റാതെ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഇതിൽ അതിയായ ആഗ്രഹമുണ്ട് യുദ്ധത്തിന് വരാൻ, പക്ഷേ രോഗം കാരണമാണ് അവർക്ക് വരാൻ പറ്റാതിരുന്നത്. അവരുടെ നിയ്യത്ത് എന്തായിരുന്നു? രോഗമൊന്നുമില്ലെങ്കിൽ എനിക്കും ആ കൂലിയൊക്കെ നേടിയെടുക്കാൻ യുദ്ധത്തിന് പോകാമല്ലോ എന്നായിരുന്നു അവരുടെ നിയ്യത്ത്. അതുകൊണ്ട് നിങ്ങൾ വിട്ടുകടന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലി, ഒരു പ്രദേശം നിങ്ങൾ മുറിച്ചു കടന്നാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അതിബൃഹത്തായ കൂലി അവർക്കും കിട്ടും. അവർ നിയ്യത്ത് കൊണ്ട്, നല്ല നിയ്യത്ത് കൊണ്ട്. ഈ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ ഇല്ലാ ശറക്കൂക്കും അവർ നിങ്ങളോട് പങ്കു ചേർന്നിട്ടല്ലാതെ, ഫിൽ അജ്രി പ്രതിഫലത്തിൽ പങ്ക് ചേർന്നിട്ട് അല്ലാതെ. അപ്പൊ അവിടെ ഇന്ന തൈക്കീദിന്റെ ഇന്ന ദൂരം. ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ തീർച്ചയായും മദീനയിൽ കുറച്ചുപേരുണ്ട്. ഒരു തൈക്കീദിന്റെ രൂപത്തിലാണ് പറയേണ്ടത്. ഇന്ന പറഞ്ഞു, പിന്നെ ലരിജാലൻ കണ്ട, ഒരു ല കണ്ടോ, ല വന്നു, അതൊരു തൈക്കീദിനാണ്. അപ്പൊ തീർച്ചയായും മദീനയിലുള്ള മനുഷ്യർ, മാസിർത്തും മസീറൻ നിങ്ങൾ ഒരു ദൂരവും സഞ്ചരിച്ചിട്ടില്ല, വലാ ഖതഅ്തും വാദിയൻ നിങ്ങൾ ഒരു പ്രദേശവും മുറിച്ചു കടന്നിട്ടുമില്ല, ഇല്ലാ കാനൂ മഅക്കും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഓക്കെ അല്ലേ? അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. റവാഹുൽ ബുഖാരിയു ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ അനസ് റളിയല്ലാഹു അൻഹു പറയാം, റജഅനാ ഞങ്ങൾ മടങ്ങി വന്നു, മിൻ ഗസ്വതി തബൂക്ക് തബൂക്ക് യുദ്ധത്തിൽ നിന്നും ഞങ്ങൾ മടങ്ങി വന്നു, മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്നും മടങ്ങി വന്നു. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വാമൻ ഒരു കൂട്ടമാളുകൾ, അതായത് ഒരു കൂട്ടം പുരുഷന്മാർ, ഖൽഫന നമുക്ക് പിറകിലുണ്ട്, ബിൽ മദീനത്തി മദീനയിൽ, ആ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്, മദീനയിൽ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് പിറകിലുണ്ട് പറഞ്ഞാൽ യുദ്ധത്തിന് വരാതെ മദീനയിൽ കുറച്ച് പേരുണ്ട്. മാ സലഖ്ന, ഇവിടെ നോക്കണേ, മാ സലഖ്ന ഷിഅബൻ, മാ സലഖ്ന നമ്മൾ എല്ലാവരും പ്രവേശിച്ചിട്ടില്ല, ഷിഅബൻ എന്ത്, മലമ്പാതയിൽ പ്രവേശിച്ചിട്ടില്ല. മലമ്പാത, മലയിലൂടെയുള്ള വഴി എന്നാല് ചിലർ പറഞ്ഞു അതിൻ്റെ അർത്ഥം രണ്ട് മലകൾ ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് ഒരു ഇടുക്കുണ്ടാവുമല്ലോ, അതെന്ന് പറഞ്ഞു വരുന്നത് നമുക്കത് ആ ഒരു മീനിങ് വെക്കണമെന്നില്ല. മലയിലൂടെയുള്ള, മലമ്പാതയിലൂടെയുള്ള വഴിയിൽ പ്രവേശിച്ചിട്ടില്ല. വലാ വാദിയൻ ഒരു താഴ്വാരത്തിലൂടെയും പ്രവേശിച്ചിട്ടില്ല. അതായത് ഈ പുഴയുടെ താഴ്വാരത്താണല്ലോ പുഴ ഉണ്ടാകുക, പുഴയുടെ തീരത്തിലൂടെ നമുക്ക് മീനിങ്. അപ്പോൾ പ്രയാസമേറിയ വഴിയിലൂടെയും നമ്മൾ പ്രവേശിച്ചിട്ടില്ല, പ്രയാസമില്ലാത്ത വഴിയിലൂടെയും നമ്മൾ പ്രവേശിച്ചിട്ടില്ല.
ഇല്ലാ വഹും മഅനാ, അവർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ, അവര് നമ്മുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഹബസഹും, അവരെ തടഞ്ഞു വെച്ചു. അൽ ഉദുറു, തടസ്സം, പ്രതിബന്ധം അവരെ തടഞ്ഞു വെച്ചു. ആ പ്രതിബന്ധമുണ്ടായതുകൊണ്ടാണ്, തടസ്സമുണ്ടായതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. അപ്പം ഈ 3 ഹദീസും ഒരു ലഫ്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇത് ഈ 4-ാമത്തെ ഹദീസിലാണ് ഇത് മൊത്തം പെടുത്തിയത്, ഈ സംഗതികൾ മൊത്തം. അപ്പോൾ ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൻ്റെ ചുരുക്കം, നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഇനി അത് ചെയ്താലോ, മറ്റൊരു ഹദീസ് കൂടി ചേർത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ, നല്ല ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിച്ചു, എന്തോ കാരണവശാൽ അത് പറ്റിയില്ല, എന്നാൽ ഒരു കൂലി, അത് ചെയ്ത കൂലി നമുക്ക് കിട്ടും. ഇനി നമ്മൾ നിർവഹിച്ചാലോ മിനിമം 10 മുതൽ മുകളിലോട്ട് കൂലി കിട്ടും. മിനിമം 10 മുതൽ മുകളിലോട്ട് കൂലി കിട്ടും. അപ്പം ഇവിടെ ഈ മദീനയിലുള്ള ഈ ഒരു കൂട്ടം ആളുകൾ, അവർ യുദ്ധത്തിന് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, ആ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ചില തടസ്സങ്ങൾ, ചില കാരണങ്ങൾ അവരെ തടഞ്ഞു വെച്ചു. അത്തരം കാരണങ്ങളുള്ള ആളുകൾക്കും നമ്മൾ പോയ, മറ്റേ ഹദീസിൽ നിങ്ങൾ കടന്നില്ല എന്നാണ്, ഇതിൽ നമ്മൾ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഉൾപ്പെടുന്നവർ പോയാൽ എന്ത് പ്രതിഫലമാണോ കിട്ടുക, അതിൽ നിന്നുള്ള പ്രതിഫലം അതുപോലെ അവർക്കും ലഭിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഞങ്ങൾ മടങ്ങിയെന്ന്, അതായത് മടക്കം തുടങ്ങിയെന്നർത്ഥം. മടക്കം, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടക്കം തുടങ്ങി. ഷാമു പരിസരത്തെത്തിയപ്പോഴാണ് ഈ വിഷയം പറയുന്നത്. മദീനയിൽ എത്തിയിട്ടില്ല, അപ്പോഴാണ് ഈ വിഷയം പറയുന്നത്. ക്ലിയർ അല്ലേ? പറയണം.